Fourth inequality ആദ്യം എഴുതണേ. Let a greater than or equal to 0. Let a greater than or equal to 0 and b greater than or equal to 0. Then let a greater than or equal to 0 and b greater than or equal to 0. Then a less than b if and only if a square less than b square if and only if root a less than root b. Let a greater than or equal to 0 and b greater than or equal to 0. Then a less than b if and only if a square less than b square if and only if root a less than root b. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ട ഇനിക്വാളിറ്റി. നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഇനിക്വാളിറ്റിയാണ്. ഇത് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ഉള്ളതാണ്. അപ്പം എയും ബിയും നോൺ നെഗറ്റീവ് ആണെങ്കിൽ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആയിരിക്കണം. എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെങ്കിൽ എ ലെസ് ദാൻ ബി ആയിരിക്കണം. അതുപോലെ തന്നെ എയും ബിയും നോൺ നെഗറ്റീവ് ആണെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെങ്കിൽ റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ആയിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ആൻസറിലോട്ട് പോകാം. അപ്പം പ്രൂഫ് നമുക്ക് എയും ബിയും പോസിറ്റീവായിട്ടുള്ള കേസ് പ്രൂവ് ചെയ്യാം. അപ്പം എയും ബിയും പോസിറ്റീവ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് രണ്ടും സ്ട്രിക്ട്ലി ഗ്രേറ്റർ ദാൻ 0, എ ഈക്വൽ ടു 0 വരുന്ന കേസ് ട്രിവിയൽ ആയതുകൊണ്ട് പ്രത്യേകിച്ച് പ്രൂവ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ എ ഗ്രേറ്റർ ദാൻ 0യും ബി ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസുമാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഇവിടം വരെ എല്ലാവരും എഴുതിയല്ലോ അല്ലേ? ഇനി ആൻസറിലോട്ട് പോകുമ്പോൾ കൺസിഡർ ദ കേസ് എഴുതണേ. കൺസിഡർ ദ കേസ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് b greater than 0. Consider the case a greater than 0 and b greater than 0. എയും ബിയും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമുക്കറിയാം, നമ്മൾ ഓർഡർ പ്രോപ്പർട്ടിക്ക് അത് പഠിച്ചതാണ്. സെറ്റ് ഓഫ് പോസിറ്റീവ് റിയൽ നമ്പേഴ്സിൻ്റെ കളക്ഷൻ്റെ അകത്ത് രണ്ട് എലമെൻറ്റുകൾ എടുത്ത് അതിൻ്റെ സമ്മും അതിൻ്റെ അകത്ത് തന്നെ കാണും. അപ്പോൾ ഇത് എയും ബിയും പിക്കകത്തെ എലമെൻറ്റാണ്. ദെർഫോർ എ പ്ലസ് ബിയും പിക്കകത്ത് കാണുമല്ലോ. ദെർഫോർ നമ്മൾ എഴുതിയത് ലെറ്റ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് കൺസിഡർ ദ കേസ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. ദെൻ എ പ്ലസ് ബി ഈസ് ഗ്രേറ്റർ ദാൻ 0 ബൈ ഓർഡർ പ്രോപ്പർട്ടി ഓഫ് ആറിൻ്റെ ഓർഡർ പ്രോപ്പർട്ടി വെച്ചിട്ട് നമുക്ക് എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയാൻ പറ്റും. അത് ക്ലിയർ അല്ലേ? എയും ഗ്രേറ്റർ ദാൻ 0 ആണ്, ബിയും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ നമ്മൾ ഓർഡർ പ്രോപ്പർട്ടിക്ക് അത് പറഞ്ഞതാണ് എ പ്ലസ് ബി വിൽ ബി ഗ്രേറ്റർ ദാൻ 0. അപ്പം ഇതിന് എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 ഇതിനെ 1 എന്ന് എടുക്കാം. ഇഫ് എ ലെസ് ദാൻ ബി എന്നുള്ളത് നമ്മൾ കൺസിഡർ ചെയ്യുക. ഇഫ് എ ലെസ് ദാൻ ബി ദെൻ ബി മൈനസ് എ വിൽ ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് പറയാമല്ലോ. എ ലെസ് ദാൻ ബി ആണെങ്കിൽ നമ്മൾ ലെസ് ദാൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചതാണ്, ഡെഫിനിഷനായിട്ട് നമ്മൾ കണ്ടതാണ്. എ ലെസ് ദാൻ ബി എന്ന് പറയുമ്പം ബി മൈനസ് എ പോസിറ്റീവ് എന്നുള്ളത് അതിൻ്റെ മീനിങ് വരുന്നത് അല്ലേ? നമ്മൾ ഡെഫിനിഷനായിട്ട് പഠിച്ചതാണ്. എ മൈനസ് ബി എലമെൻറ്റ് ഓഫ് പി എന്ന് പറഞ്ഞാൽ എ ഗ്രേറ്റർ ദാൻ ബി. ഇവിടെ ബി മൈനസ് എ ലെസ് ദാൻ ബി ആണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ബി മൈനസ് എ പോസിറ്റീവാന്നുള്ളതല്ലേ വരുന്നത്. അത് ഡെഫിനേഷനിൽ നിന്ന് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. ഇതിനെ 2 എന്ന് എടുക്കുക. Therefore b minus a into b plus a will be greater than 0 എന്ന് നമുക്ക് പറയാമല്ലോ. 1ൽ നമ്മൾ പറഞ്ഞു എ പ്ലസ് ബിയും ബി പ്ലസ് എയും സെയിമാണ്, എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0യാണ്. 2ൽ നമ്മൾ പറഞ്ഞു ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0യാണ്. Therefore b minus a into b plus a will be greater than 0. എങ്ങനെയാണ്? ഫ്രം 1 and 2. 1ഉം 2ഉം പോസിറ്റീവ് നമ്പേഴ്സ് ആയതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റും പോസിറ്റീവായിരിക്കും. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ എയും ബിയും പോസിറ്റീവ് ആയതുകൊണ്ട് എ പ്ലസ് ബി പോസിറ്റീവാണെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ എ ലെസ് ദാൻ ബി എന്ന് എടുത്താൽ ബി മൈനസ് എ പോസിറ്റീവാണെന്ന് പറഞ്ഞു. ബി മൈനസ് എയും പോസിറ്റീവാണ്, ബി പ്ലസ് എയും പോസിറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ് പോസിറ്റീവായിരിക്കും. നമുക്ക് ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. ഇംപ്ലൈസ് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ 0 ഓർ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ലെസ് ദാൻ 0 എന്ന് നമുക്ക് പറയാമല്ലോ. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പോസിറ്റീവ് എന്ന് പറയുന്നതിന് തുല്യമായിട്ട് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ലെസ് ദാൻ 0 എന്ന് നമുക്ക് പറയാൻ പറ്റും. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം?
ബി സ്ക്വയർ ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ ഓർ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് പറയാമല്ലോ. ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ എന്ന് പറഞ്ഞാൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ബി സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ ഓർ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ. അപ്പം നമ്മൾ എന്താ എടുത്തത്? എ ലെസ് ദാൻ ബി എന്നെടുത്ത്. അപ്പം നമുക്ക് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് കിട്ടി. Therefore, a less than b implies a square less than b square. ഇതിനെ ഇക്വേഷൻ 3 എടുക്കുക. a less than b implies a square less than b square. അപ്പോൾ നമ്മൾ a less than bയിൽ തുടങ്ങിയപ്പോൾ നമുക്ക് a square less than b square എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ചെയ്ത പ്രോസസ്സ് ഇത്ര ഒന്നും കൂടെ പറയാം. നമ്മൾ എയും ബിയും പോസിറ്റീവ് എന്ന് എടുത്തു. എയും ബിയും പോസിറ്റീവ് ആണെങ്കിൽ a പ്ലസ് ബി പോസിറ്റീവ് ആയിരിക്കും. ഇനി a ലെസ് ദാൻ ബി എന്ന് നമ്മൾ എടുക്കുകയാണെങ്കിൽ b മൈനസ് എ വിൽ ബി പോസിറ്റീവ്. ബി മൈനസ് എയും പോസിറ്റീവാണ്, എ പ്ലസ് ബിയും പോസിറ്റീവ് ആയതുകൊണ്ട് അതിൻ്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് ആയിരിക്കും. എ പ്ലസ് ബി എന്ന് പറയുന്നത് ബി പ്ലസ് എ എന്ന് പറയുന്നത് സെയിം ആണ്. അപ്പം ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ പോസിറ്റീവ് എന്ന് എടുത്തു. അപ്പം നമുക്ക് ബി സ്ക്വയർ, ഇത് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ഇതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുമ്പം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അപ്പം ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പോസിറ്റീവ് എന്ന് കിട്ടി. അതിൽ നിന്ന് നമുക്ക് ബി സ്ക്വയർ ഈസ് ഗ്രേറ്റർ ദാൻ എ സ്ക്വയർ അല്ലെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് പറയാം. അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എ ലെസ് ദാൻ ബിയിൽ തുടങ്ങിയപ്പോൾ നമുക്ക് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് കിട്ടി. ഇനി നമുക്ക് ഈഫ് ആൻഡ് ഒൺലി ഈഫ് ആയതുകൊണ്ട് ഇനി ഇവിടെ തുടങ്ങിയിട്ട് ഇങ്ങോട്ടുണ്ടെന്ന് കാണിക്കണം. അതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യാം. അപ്പോൾ ഇതിനെ ഇക്വേഷൻ 3 എന്ന് വിളിക്കാം. Now suppose a square less than b square. Now suppose a square less than b square. Then a square less than b square എന്ന് പറയുമ്പോൾ b square minus a square is greater than 0. ഡെഫിനിഷനിൽ നിന്ന് ഫോളോ ചെയ്യുന്ന കാര്യമാണ്. Now suppose a square less than b square. a square less than b square നമ്മൾ എടുത്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? b square minus a square പോസിറ്റീവാണ് കിട്ടി. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിട്ട് ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ എന്ന് എഴുതാലോ. ഇംപ്ലൈസ് ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0. എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയറിൽ നിന്ന് നമുക്ക് ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് കിട്ടി. പിന്നെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ഇത് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് നമുക്ക് ഇതിനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യാം. ബി സ്ക്വയർ മൈനസ് എ സ്ക്വയറിനെ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എന്ന് സ്പ്ലിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതുന്നതിന് പകരം നമ്മൾ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഒരു പ്രൊഡക്റ്റ് 0 എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് എന്താണ്? ഒന്നെങ്കിൽ അതിൻ്റെ ഓരോ ടേമും പോസിറ്റീവായിരിക്കും, ഓർ എന്ത് പറയാം? ബി മൈനസ് എ ലെസ് ദാൻ 0 ആൻഡ് ബി പ്ലസ് എ ലെസ് ദാൻ 0 എന്ന് പറയാം. ഇത് രണ്ടും അല്ലേ പറ്റുന്നത്? ഒരു പ്രൊഡക്റ്റ് നമ്മൾ തിയറത്തിൽ പഠിച്ചതാണ്. തിയറം നമ്പർ എത്രയായിരുന്നു? തിയറം 20ൽ പഠിച്ചതാണ്. ഇഫ് എ ബി ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ ഐദർ എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 ഓർ എ ലെസ് ദാൻ 0 ആൻഡ് ബി ലെസ് ദാൻ 0. ഇവിടെ ഈ പ്രൊഡക്റ്റ് പോസിറ്റീവാണ്. അപ്പോൾ ഒന്നെങ്കിൽ എന്തായിരിക്കണം? ബി മൈനസ് എയും ബി പ്ലസ് എയും ഒരേ സമയം പോസിറ്റീവ് ആയിരിക്കണം, അല്ലെങ്കിൽ ബി മൈനസ് എയും ബി പ്ലസ് എയും നെഗറ്റീവ് ആയിരിക്കണം. അപ്പം നമുക്ക് ബി മൈനസ് എയും ബി പ്ലസ് എയും രണ്ടും ഒരേ സമയം ഒന്നെങ്കിൽ ഇത് രണ്ടും നെഗറ്റീവ് അല്ലെങ്കിൽ ഇത് രണ്ടും പോസിറ്റീവ്. ഇതാണ് നമുക്ക് വരുന്ന ഓപ്ഷൻസ്. ഇനി നമ്മൾ ഓൾറെഡി പറഞ്ഞായിരുന്നു എയും ബിയും പോസിറ്റീവ്. നമ്മൾ നേരത്തെ എഴുതി വെച്ചായിരുന്നല്ലോ, എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് എടുത്തിട്ട് എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് ഇക്വേഷൻ 1ൽ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? നമ്മൾ ഇക്വേഷൻ 1 നേരത്തെ പറഞ്ഞതാണ്. എയും ഗ്രേറ്റർ ദാൻ 0 ആണ്, ബിയും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ അതാണ് നമ്മളിനി യൂസ് ചെയ്യുന്നത്. എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 ആയതുകൊണ്ട് ഈ ഓപ്ഷൻ പോസിബിൾ അല്ല. അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇത്ര എഴുതിയോ എല്ലാവരും? ഇവിടം വരെ ആയല്ലോ അല്ലേ? നമ്മൾ സപ്പോസ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ, ദെൻ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പോസിറ്റീവാണ്. അതിൻ്റെ മീനിങ് ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതി. അതിൽ നിന്ന് നമ്മൾ ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി പ്ലസ് എ ഗ്രേറ്റർ ദാൻ 0 ഓർ ബി മൈനസ് എ ലെസ് ദാൻ 0 ആൻഡ് ബി പ്ലസ് എ ലെസ് ദാൻ 0. ഇവിടം വരെ എഴുതിയോ? ബട്ട് ഫ്രം 1, ഇതിന് ശേഷം എഴുതണം. ബട്ട് ഫ്രം 1 a plus b greater than 0. But from 1 a plus b is greater than 0. Therefore
ബി മൈനസ് എ ഈസ് ഗ്രേറ്റർ ദാൻ 0. എ പ്ലസ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറയുമ്പോൾ ഈ ഒരു ഓപ്ഷനേ പറ്റുള്ളൂ. Therefore b minus a is greater than 0 implies a less than b. അതിനെ ഇക്വേഷൻ 4 എന്നെടുക്കുക. അല്ല, ഇതിനെ 4 എന്നെടുക്കണ്ട. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ പോസിബിൾ അല്ല എന്ന് നമുക്ക് മനസ്സിലായി. കാരണം ഈ രണ്ട് ഓപ്ഷനാണ് നമുക്കുള്ളത്. അതിൽ രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കാൻ പറ്റിയില്ല. കാരണം നമുക്ക് ഇക്വേഷൻ 1 നിന്ന് എ പ്ലസ് എയും ബിയും നമ്മൾ പോസിറ്റീവായിട്ട് എടുത്തേക്കുന്നതുകൊണ്ട് എ പ്ലസ് ബി പോസിറ്റീവായേ പറ്റുള്ളൂ, നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ പറയുവാണ് ബി പ്ലസ് എ ലെസ് ദാൻ 0 ഇത് പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് എന്താ ഇതേ പോസിബിൾ ഉള്ളൂ. ഇത് പോസിബിൾ എന്ന് പറയുമ്പം ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 ആണ്. ബി മൈനസ് എ ഗ്രേറ്റർ ദാൻ 0 എന്ന് നമുക്ക് എന്ത് പറയാം? എ ലെസ് ദാൻ ബി എന്ന് പറയാം. Therefore, a square less than b square implies a less than b. അതിനെ 4 എന്ന് വിളിക്കാം. നമ്മൾ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ തുടങ്ങിയപ്പോൾ നമുക്ക് എ ലെസ് ദാൻ ബി എന്ന് കിട്ടി. അപ്പോൾ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ഇംപ്ലൈസ് എ ലെസ് ദാൻ ബി. അപ്പം 3യും കിട്ടി, 4ഉം കിട്ടി. അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം? ഫ്രം 3 and 4 ഇതിന് ശേഷം ഇതിന് ശേഷം ഫ്രം 3 and 4 അതിൻ്റെ അടിയിലോട്ട് എഴുതാം. ഫ്രം 3 and 4 വി ഹാവ് എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ. ഇത് എഴുതേണ്ട കാര്യമില്ല, ഇത് ഓൾറെഡി ഉണ്ടായിരുന്ന നമ്മൾ ചെയ്തതാണ്. ഓക്കെ, അപ്പം ഞാൻ സെക്കൻഡ് പാർട്ട് ഒന്നും കൂടെ പറയാം. നമ്മൾ എന്താ എടുത്തത്? എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എടുത്തു. എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്ന് പറയുമ്പോൾ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ പോസിറ്റീവാണ്. അപ്പോൾ അതിൻ്റെ മീനിങ് ബി മൈനസ് എ ഇൻറ്റു ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ നമ്മൾ ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ എന്ന് സ്പ്ലിറ്റ് ചെയ്തു. അപ്പോൾ നമുക്ക് അതിൻ്റെ പ്രൊഡക്റ്റ് പോസിറ്റീവ് എന്ന് കിട്ടി. ഇനി ബി മൈനസ് എ ഇൻറ്റു ബി പ്ലസ് എ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ പ്രൊഡക്റ്റിൻ്റെ അകത്ത് ഓരോ ടേമും പോസിറ്റീവായിരിക്കും, അല്ലെങ്കിൽ ഓരോ ടേമും നെഗറ്റീവ് ആയിരിക്കും. ഒന്നെങ്കിൽ രണ്ടും പോസിറ്റീവ് അല്ലെങ്കിൽ രണ്ടും നെഗറ്റീവ്. അപ്പോൾ നമ്മൾ രണ്ടും പോസിറ്റീവ് എന്നുള്ളത് എടുത്തു, രണ്ട് നെഗറ്റീവ് എന്നുള്ള കേസ് എടുത്തു. പക്ഷേ ഇക്വേഷൻ 1 നിന്ന് നമുക്കറിയാം ബി പ്ലസ് എ നെഗറ്റീവ് ആകാൻ പറ്റത്തില്ല, ബി പ്ലസ് എ പോസിറ്റീവാണ്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഈ ഒരു ഓപ്ഷനേ ഉള്ളൂ. ബി പ്ലസ് എ പോസിറ്റീവ് ആണെങ്കിൽ ബി മൈനസ് എയും പോസിറ്റീവാണ്. ബി മൈനസ് എ പോസിറ്റീവ് എന്ന് പറയുമ്പോൾ എ ലെസ് ദാൻ ബി. അപ്പോൾ നമ്മൾ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ഇംപ്ലൈസ് എ ലെസ് ദാൻ ബി എന്ന് ഇക്വേഷൻ 4 കിട്ടി. ഇക്വേഷൻ 3 ഞാൻ മായ്ക്കാതെ വെച്ചിരുന്നതാണ്. നമ്മൾ എന്താ എഴുതിയത്? എ ലെസ് ദാൻ ബി ഇഫ് ഇംപ്ലൈസ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ. അപ്പോൾ ഇത് രണ്ടും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്യുമ്പോൾ എ ലെസ് ദാൻ ബി ആണെങ്കിൽ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണ്, എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ആണെങ്കിൽ എ ലെസ് ദാൻ ബി ആണ്. അതിൽ നിന്ന് നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ. അപ്പം ഫ്രം 3 and 4 we have എന്ന് പറഞ്ഞ് ഇത് എഴുതണം. ഫ്രം 3 and 4 we have from 3 and 4 we have from 3 and 4 we have a less than b if and only if a square less than b square. അത് നമുക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ഇത്രയും നമ്മൾ കിട്ടി. ഇനി നമുക്ക് ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇത് ഈക്വലൻ ടു റൂട്ട് എ ലെസ് ദാൻ ബി വരുമ്പോൾ റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബിയും കൂടെ കിട്ടിയാൽ മതി. എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് റൂട്ട് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ കിട്ടി. ഇനി നമ്മൾ അത് ഇഫ് ആൻഡ് ഓൺലി ഇഫ് റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബിയും കൂടെ കിട്ടണം, അല്ലേ? അത് കിട്ടണം. അതിന് വേണ്ടി നമ്മൾ ഫ്രം 3 and 4 എന്ന് പറഞ്ഞ് എഴുതിയത് നമ്മൾ ഒന്നും കൂടെ പറയാം. ഫ്രം 3 and 4 വി ഗെറ്റ് എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഓൺലി ഇഫ് എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ. അതിൻ്റെ കൂടെ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. നമ്മൾ ഈക്വൽ ടു 0 എന്നുള്ള കേസ് കൺസിഡർ ചെയ്തിട്ടില്ല. അപ്പോൾ അതും കൂടെ എഴുതണം. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഈ ലാസ്റ്റ് സ്റ്റെപ്പ് എഴുതിയില്ലേ? Thus from 3 and 4 we get a less than b if and only if a square less than b square if a greater than 0 and b greater than 0. ഓക്കെ, ഇനി അടുത്ത പാരഗ്രാഫായിട്ട് ഇഫ് സിൻസ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0, എയും ബിയും ഗ്രേറ്റർ ദാൻ 0 എന്നുള്ള കേസ് നമ്മൾ എടുത്തേക്കും. സിൻസ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0, ദെൻ റൂട്ട് എ ഈസ് ഗ്രേറ്റർ ദാൻ 0 ആൻഡ് റൂട്ട് ബി ഈസ് ഗ്രേറ്റർ ദാൻ. എയും ബിയും പോസിറ്റീവ് ആണെങ്കിൽ റൂട്ട് എയും റൂട്ട് ബിയും ഗ്രേറ്റർ ദാൻ 0 ആയിരിക്കും. ഓൾസോ എ ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ ആൻഡ് ബി ഈക്വൽ ടു റൂട്ട് ബി സ്ക്വയർ എന്ന് നമുക്ക് പറയാലോ.
എ എന്ന് പറയുന്ന റൂട്ട് എ സ്ക്വയറും ബി എന്ന് പറയുന്ന റൂട്ട് ബി സ്ക്വയറുമാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ ഫ്രം 3 and 4 വി ഗെറ്റ് എ ലെസ് ദാൻ ബി ഇഫ് ആൻഡ് ഉള്ള എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ ഇഫ് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് പറഞ്ഞ് നിർത്തി. എന്നിട്ട് നമ്മൾ എ ഗ്രേറ്റർ ദാൻ 0യും ബി ഗ്രേറ്റർ ദാൻ 0യും ആണെങ്കിൽ റൂട്ട് എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് റൂട്ട് ബി ഗ്രേറ്റർ ദാൻ 0 എന്ന് എഴുതി. ഓൾസോ എ ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ ആൻഡ് ബി ഈക്വൽ ടു റൂട്ട് എ സ്ക്വയർ. ഇതിനെ നമ്മൾ 5 എന്ന് വിളിക്കണേ. ഇതിനൊരു 5 എന്ന് വിളിക്കാം. A equal to root a square and B equal to root B square. Put A equal to root A and B equal to root B. അതായത് നമ്മൾ എക്ക് പകരം റൂട്ട് എ കൊടുക്കുവാണ്. പുട്ടെന്ന് എഴുതണ്ട, റീപ്ലേസ് ചെയ്യാം. Replacing a by root a and b by root b in 5, we get root a less than root b if and only if root a square is less than root b square. ഇനിക്വാളിറ്റി 5ൻ്റെ അകത്ത് ഇനിക്വാളിറ്റി 5 എന്ന് പറയുന്ന ഇതാണ്. അതിൻ്റെ അകത്ത് നമ്മൾ എക്കും ബിക്കും പകരം റൂട്ട് എയും റൂട്ട് ബിയും വെച്ച് റീപ്ലേസ് ചെയ്യുക. എയും ബിയും പോസിറ്റീവ് ആകുമ്പോൾ റൂട്ട് എയും റൂട്ട് ബിയും പോസിറ്റീവാണ്. എയും ബിയും പോസിറ്റീവ് ആകുമ്പോഴാണ് ഈ കണ്ടീഷൻ ഉള്ളത്. അല്ല, എ ഗ്രേറ്റർ ദാൻ 0യും ബി ഗ്രേറ്റർ ദാൻ 0 ആയിട്ടുള്ള ഏത് ഇൻഡിജേഴ്സിനും ഇത് പോസിബിളാണ്. അപ്പോൾ റൂട്ട് എയും റൂട്ട് ബിയും പോസിറ്റീവ് ആയതുകൊണ്ട് നമുക്ക് എക്കും ബിക്കും പകരം റൂട്ട് എയും റൂട്ട് ബിയും വെച്ച് റീപ്ലേസ് ചെയ്യാം. അപ്പോൾ ഈ ഇനിക്വാളിറ്റിക്കകത്ത് നമ്മൾ റൂട്ട് എയും റൂട്ട് ബിയും വെച്ച് റീപ്ലേസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടി? റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ഇംപ്ലൈസ് റൂട്ട് എ സ്ക്വയർ ഈസ് ലെസ് ദാൻ റൂട്ട് ബി സ്ക്വയർ എന്ന് കിട്ടി. റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ഇംപ്ലൈസ് റൂട്ട് എ സ്ക്വയർ ലെസ് ദാൻ റൂട്ട് ബി സ്ക്വയർ. ദാറ്റ് ഈസ് റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ഇഫ് ആൻഡ് ഒൺലി ഇഫ് എ ലെസ് ദാൻ ബി എന്ന് നമുക്ക് കിട്ടി. ഇതിനെ 6 എന്ന് വിളിക്കാം. ക്ലിയർ ആണല്ലോ അല്ലേ? അപ്പോൾ നമ്മൾ ഇനിക്വാളിറ്റി 5 നമ്മൾ ആദ്യം പറഞ്ഞത് എന്താ? എയും ബിയും പോസിറ്റീവ് ആയതുകൊണ്ട് റൂട്ട് എയും റൂട്ട് ബിയും പോസിറ്റീവാണ്. എന്നിട്ട് നമ്മൾ എയും ബിയും പോസിറ്റീവ് ആകുമ്പോൾ ഈ ഇനിക്വാളിറ്റി ഉണ്ട്. അപ്പോൾ റൂട്ട് എക്കും ബിക്കും പകരം നമ്മൾ റൂട്ട് എയും റൂട്ട് ബിയും വെച്ച് റീപ്ലേസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ഇഫ് ആൻഡ് ഒൺലി ഇഫ് എ ലെസ് ദാൻ ബി ഇഫ് എ ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. if a greater than 0 and b greater than 0. എയും ബിയും ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ റൂട്ട് എയും റൂട്ട് ബിയും ഗ്രേറ്റർ ദാൻ 0 ആവത്തുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ഇഫ് ആൻഡ് ഒൺലി ഇഫ് എ ലെസ് ദാൻ ബി എന്ന് പറയാം. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്ത് ഇത്രേ ഉള്ളൂ. നമ്മൾ 5ൽ ഇത് പറഞ്ഞു വെച്ചു. എന്നിട്ട് എയും ബിയും പോസിറ്റീവ് എടുത്തതുകൊണ്ട് റൂട്ട് എയും റൂട്ട് ബിയും പോസിറ്റീവാണ്. എഗെയിൻ എ എന്ന് പറയുന്ന റൂട്ട് എ സ്ക്വയറും ബി എന്ന് പറയുന്ന റൂട്ട് ബി സ്ക്വയറുമാണ്. അപ്പം നമ്മൾ ഈ ഇനിക്വാളിറ്റിക്കകത്ത് എക്ക് പകരം റൂട്ട് എ ബിക്ക് പകരം റൂട്ട് ബി കൊടുത്താൽ റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ഇഫ് ആൻഡ് ഒൺലി ഇഫ് റൂട്ട് എ സ്ക്വയർ ലെസ് ദാൻ റൂട്ട് ബി സ്ക്വയർ എന്ന് കിട്ടും. അതെന്ന് പറഞ്ഞാൽ എന്താ? റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി ഇഫ് ആൻഡ് ഒൺലി ഇഫ് എ ലെസ് ദാൻ ബി എന്ന് പറയാം. അത് എപ്പോഴാണ് ഉള്ളത്? എ ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ബി ഗ്രേറ്റർ ദാൻ 0. ഞാൻ നിങ്ങൾ എഴുതണ്ട, ഞാൻ ഒന്നും കൂടെ മുകളിലോട്ട് കയറ്റി എഴുതിയെന്നുള്ളതേ ഉള്ളൂ. Thus from 5 and 6 we have a less than b if and only if a square less than b square if and only if root a less than root b. For a greater than 0 and b greater than 0. 5ലും 6ൽ നിന്ന് നമുക്ക് കിട്ടുന്ന കൺക്ലൂഷൻ അതല്ലേ? എ ലെസ് ദാൻ ബി ആണെങ്കിൽ നമുക്ക് ലെസ് ദാൻ എ സ്ക്വയർ ലെസ് ദാൻ ബി സ്ക്വയർ എന്നും പറയാം, റൂട്ട് എ ലെസ് ദാൻ റൂട്ട് ബി എന്നും പറയാൻ പറ്റും. Similarly, we can
Prove the case when a equal to 0. Similarly, we can prove the case when a equal to 0.